ഹലോ, വെൽക്കം ബാക്ക് ടു കർമ്മ അക്കാഡമി. ദിസ് ഈസ് കാവേരി. സോ നമ്മൾ RRB NDPC QA PYQ സീരീസിന്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എ മാൻ ഹാസ് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 590 kilometer in 7 hours. If he covers 2/3 of his distance in 5/7 of the time, then what should his speed in kilometer per hour be to cover the remaining distance? അതായത് ഒരാൾക്ക് എന്ത് ചെയ്യണം? 519 കിലോമീറ്റർ കവർ ചെയ്യണം. ഈ 519 കിലോമീറ്റർ എത്ര സമയം കൊണ്ടാണ് കവർ ചെയ്യാനുള്ളത്? 7 hours കൊണ്ടാണ് കവർ ചെയ്യാനുള്ളത്. ഈ 519 കിലോമീറ്റർ 7 hours കൊണ്ടാണ് കവർ ചെയ്യാനുള്ളത്. ഈ 519 കിലോമീറ്ററിന്റെ 2/3 ഓൾറെഡി എന്ത് ചെയ്തു? കവർ ചെയ്തു. എത്ര സമയം കൊണ്ട്? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 7 hours ആണ്. 7 hoursന്റെ 5/7 ടൈം കൊണ്ട് കവർ ചെയ്തു. ഓക്കെ, 5/7 ടൈം. ടോട്ടൽ ടൈമിന്റെ 5/7 എത്രയാണ്? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 7 hours ആണ്. ആ 7 hoursന്റെ 5/7 എന്ന് പറയുമ്പോൾ 5 hours ആണ് അല്ലേ? സോ 519ന്റെ 2/3 കിലോമീറ്റർ എന്ത് ചെയ്തു? 5 hours കൊണ്ട് കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യാനുള്ളത്? 2/3 കവർ ചെയ്തു. സോ 519ന്റെ 1/3 ആണ് ഇനി കവർ ചെയ്യാനുള്ളത്. ആ കവർ ചെയ്യാൻ ഇനി ബാക്കിയുള്ള സമയം എത്രയാണ്? ടോട്ടൽ ഉള്ളത് 7 hours ആയിരുന്നു. അതിൽ 5 hours കഴിഞ്ഞു. സോ ബാക്കിയുള്ളത് 7 - 5 2 hours ആണ് അല്ലേ? സോ ഇനി 2 hours കൊണ്ട് എന്ത് ചെയ്യണം? 590ന്റെ 1/3 കവർ ചെയ്യണം. സോ എന്താണ്? 590ന്റെ 1/3 എത്രയാണ്? 173 കിലോമീറ്റർ അല്ലേ? സോ ഈ 173 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് 2 hours കൊണ്ട് കവർ ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി എടുക്കുന്ന സ്പീഡ് എത്രയായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? സോ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ നമുക്കിനി ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 173 കിലോമീറ്റർ ആണ്. അതിനുള്ള ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. സോ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് 173 ബൈ ടൈം 2 hours. എത്ര വരും? 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 86.5 കിലോമീറ്റർ പെർ അവറിൽ അത്രയും സ്പീഡ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ 7 hours കൊണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് 86.5. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The median of the observation 76, 83, 30, 11, 81, 52, 18, 34, 84, 35, 27. ഇത്രയും ഒബ്സർവേഷൻസിന്റെ മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മീഡിയൻ എടുക്കുന്നത്? നമ്മൾ ആദ്യം ആ ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അതിനുശേഷം മിഡിൽ വരുന്ന ടൈം ഏതാണോ അതാണ് ആ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. സോ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലിയതിലേക്ക് അങ്ങനെ രീതിയിൽ എഴുതണം. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റാസിനെ, ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? അസെൻഡിങ് ഓർഡറിൽ എഴുതാം. സോ നമുക്ക് എഴുതി നോക്കാം. 76, 83, 30, 11, 81, 52, 18, 34, 84, 35, 27. ഓക്കെ, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലേ? സോ 11 ഒബ്സർവേഷന് നമ്മൾ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. സോ ഇതിന്റെ മിഡിൽ ടൈം കാണണം. ഇവിടെ 11 ഒബ്സർവേഷൻസ് ആണല്ലോ ഉള്ളത്. അതായത് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണുള്ളത്. നമുക്ക് ഒരു ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ ടൈം നമ്മൾ എങ്ങനെ കാണും? ഇപ്പോ n എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ മിഡിൽ ടൈം എന്ന് പറയുന്നത് n+1/2th ടൈം ആയിരിക്കും. n+1/2th ടൈം. സോ ഇവിടെ 11 ആണ്. സോ മിഡിൽ ടൈം എന്ന് പറയുന്നത് 11+1/2th ടൈം, അതായത് 12/2 6th ടൈം ആയിരിക്കും മിഡിൽ ടൈം എന്ന് പറയുന്നത്. ഇവിടെ 6th ടൈം ഏതാണ്? 1, 2, 3, 4, 5, 6. 35 ആണ് മിഡിൽ ടൈം, 6th ടൈം എന്ന് പറയുന്നത്. സോ മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? മീഡിയൻ എന്ന് പറയുന്നത് 35 ആയിരിക്കും. സോ ഈ സെറ്റ് ഓഫ് ഒബ്സർവേഷന്റെ മീഡിയൻ എന്ന് പറയുന്നത് 35. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഡീലർ സെൽസ്
2 dryers at the rate of 63,000 per dryer. On one, he earns a profit of 5% and on the other, he loses 30%. What is his loss percentage in the whole transaction? എന്ത് ചെയ്തു? ഒരു ഡീലർ രണ്ട് ഡ്രയേഴ്സ് സെല് ചെയ്തു അല്ലേ? ഓരോ ഡ്രയേഴ്സിനും 63,000 രൂപ വച്ചിട്ടാണ് സെല് ചെയ്തത്. ഓരോ ഡ്രയേഴ്സിനും 63,000 രൂപ വച്ചിട്ടാണ് സെല് ചെയ്തത്. അപ്പൊ ആദ്യം ഒരു ഡ്രയർ 63,000 രൂപയ്ക്ക് സെല് ചെയ്തു. രണ്ടാമത്തെ ഡ്രയറും 63,000 രൂപയ്ക്ക് സെല് ചെയ്തു. ആദ്യത്തെ ഡ്രയർ സെല് ചെയ്തപ്പോ എന്ത് ചെയ്തു? 5% പ്രോഫിറ്റ് കിട്ടി. 5% പ്രോഫിറ്റ് ആണ് കിട്ടിയത്. പക്ഷെ രണ്ടാമത്തെ ഡ്രയർ 63,000 രൂപയ്ക്ക് സെല് ചെയ്തപ്പോ എന്ത് ചെയ്തു? 30% ലോസ് ആണ് വന്നത്. എന്താണ്? 30% ലോസ് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം രണ്ട് ഡ്രയേഴ്സ് സെല് ചെയ്തപ്പോൾ ഉണ്ടായ നെറ്റ് ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഓക്കെ, എന്താണ്? ആദ്യത്തെ ഡ്രയർ സെല് ചെയ്തപ്പോൾ 5% പ്രോഫിറ്റ് ആണല്ലോ. അതായത് അതിന്റെ അർത്ഥം എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ 105% എന്ത് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഡ്രയർ സെല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ 5% പ്രോഫിറ്റ് കിട്ടിയത്. സോ കോസ്റ്റ് പ്രൈസിന്റെ 105% സെല് ചെയ്തിരിക്കുന്നത്. ആ സെല് ചെയ്ത വില എത്രയാണ്? 63,000 രൂപ. അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് എങ്ങനെ കിട്ടും? 105 100 നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ മുകളിൽ 21, താഴെ 20, 21ഉം 63ഉം കട്ട് ചെയ്യുമ്പോൾ 3. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3,000 into 20 എന്താണ്? 60,000. സോ ആദ്യത്തെ ഡ്രയറിന്റെ കോസ്റ്റ് പ്രൈസ് 60,000 ആണ്. ഇനി രണ്ടാമത്തെ ഡ്രയർ എന്താണ്? 30% ലോസ് അല്ലേ? അതായത് കോസ്റ്റ് പ്രൈസ് എത്രയാണോ അതിന്റെ 70%-നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിറ്റിരിക്കുന്നത്. അതുകൊണ്ടല്ലേ 30% ലോസ് വന്നത്. സോ 70%-നാണ് സെല് ചെയ്തിരിക്കുന്നത്. ആ സെല് ചെയ്ത വിലയാണ് എന്തെന്ന് പറയുന്നത്? 63,000 എന്ന് പറയുന്നത്. 0യും 0യും കട്ട് ചെയ്യാം. 7ഉം 63യും കൂടെ കട്ട് ചെയ്യുമ്പോൾ 9. അതായത് കോസ്റ്റ് പ്രൈസ് എത്ര വരും? 90,000 എന്ന് വരും. അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ആദ്യത്തെ ഡ്രയറിന്റെ കോസ്റ്റ് പ്രൈസ് 60,000 പ്ലസ് രണ്ടാമത്തെ ഡ്രയറിന്റെ കോസ്റ്റ് പ്രൈസ് 90,000. അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,50,000. ഇനി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആദ്യത്തെ ഡ്രയർ വിറ്റിരിക്കുന്നത് 63,000 രൂപയ്ക്ക്. അതുപോലെ രണ്ടാമത്തെ ഡ്രയറും വിറ്റിരിക്കുന്നത് 63,000 രൂപയ്ക്ക്. സോ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,26,000 അല്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? 1,50,000ന്റെ ആർട്ടിക്കിൾ എന്ത് ചെയ്തു? 1,26,000 സെല് ചെയ്തു. അതായത് എന്താണ്? ലോസ് ആണല്ലേ? എത്ര രൂപ ലോസ് ആണ് വന്നിരിക്കുന്നത്? തമ്മിലുള്ള ഡിഫറൻസ് 24,000 ആണ് അല്ലേ? സോ ലോസ് എന്ന് പറയുന്നത് 24,000 ആണ്. സോ ലോസ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കാണും? ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സോ ലോസ് എത്രയാണ്? 24,000 ആണ്. 24,000 ബൈ കോസ്റ്റ് പ്രൈസ് 1,50,000 ഇൻറ്റു 100. നമുക്ക് ഈ 0യും ഈ 3 0യും കട്ട് ചെയ്യാം. ഈ 0യും ഈ 0യും കട്ട് ചെയ്യാം. സോ എന്ത് വരും? 240 by 150 എന്ന് വരും. 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5, ഇവിടെ 8. 18 by 5 16. സോ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 16% ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If rupees 12,500 amounts to rupees 50,680 in 2 years at X% compound interest per annum compounded annually, then find the value of X. എന്ത് ചെയ്തു? 12,500 രൂപ. 12,500 രൂപ എന്ത് ചെയ്തു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് 2 വർഷം കൊണ്ട് എത്ര രൂപയായി? 15,680 രൂപയായി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. X% എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഈ X% എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പാളും വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പലിശയും കൂടെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി കിട്ടുന്ന ആ ഒരു എമൗണ്ട്. ആ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പാൾ ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100 the whole raised to
നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ? ഇവിടെ എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 2 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് 15,680 രൂപയാണ്. ഈക്വൽ ടു പ്രിൻസിപ്പൽ 12,500 രൂപയാണ്. പ്ലസ് 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് ബൈ 100 ഹോൾ റൈസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ്. സോ ഈ 12,500 ഇപ്പുറത്ത് വരുമ്പോൾ 15,680 ബൈ 12,500 ഈക്വൽസ് ഈ 1 പ്ലസ് എക്സ് ബൈ 100 ക്രോസ് ചെയ്യുമ്പോൾ 100 പ്ലസ് എക്സ് ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഈ 15,680നെയും 12,500നെയും നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2,500ഉം എത്ര വരും? 3,136 ബൈ 2,500. ഓക്കെ, ഈ 3,136 എന്തിന്റെ സ്ക്വയർ ആണ്? 56ന്റെ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ 2,500 നമുക്കറിയാം 50യുടെ സ്ക്വയർ ആണ്. അതായത് എന്ത് വന്നു? 100 പ്ലസ് എക്സ് ബൈ 100 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 56 ബൈ 50 ദി ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഈ സ്ക്വയറും ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. സോ 100 പ്ലസ് എക്സ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 56 ബൈ 50 വന്നു. ഈ 50 എന്തായി? 50ക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ കിടക്കുന്ന 100 ആണ്. അതായത് 15 ഇൻറ്റു 2 ആണ് 100 എന്ന് പറയുന്നത് അല്ലേ? സോ 56 ഇൻറ്റു 2 ആയിരിക്കും 100 പ്ലസ് എക്സ് എന്ന് പറയുന്നത്. 56 ഇൻറ്റു 2 എത്രയാണ്? 112. അതായിരിക്കും 100 പ്ലസ് എക്സ്. അതിൽ നമുക്ക് എക്സ് എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്നത് 112 മൈനസ് 112 എന്ന് കിട്ടും. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 12%. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാർജർ ഓഫ് 2 സപ്ലിമെന്ററി ആംഗിൾസ് ഈസ് 28 degree more than the smaller one. The smaller angle is. അതായത് എന്താണ്? ഒരു സപ്ലിമെന്ററി ആംഗിൾസ് അതിന്റെ ലാർജർ ആംഗിൾ എന്ന് പറയുന്നത് സ്മോളർ ആംഗിളിനേക്കാളും 28 ഡിഗ്രി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്മോളർ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. എയും ബിയും സപ്ലിമെന്ററി ആംഗിൾസ് ആണെങ്കിൽ അതിന്റെ സം, എയുടെയും ബിയുടെയും സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? എയും ബിയും സപ്ലിമെന്ററി ആംഗിൾസ് ആണെങ്കിൽ എയുടെയും ബിയുടെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ 2 ആംഗിൾസ് ഉണ്ട്. ആ 2 ആംഗിൾസിൽ ലാർജർ ആംഗിൾ സ്മോളർ ആംഗിളിനേക്കാളും 28 ഡിഗ്രി കൂടുതലാണ്. അതായത് സ്മോളർ ആംഗിൾ എക്സ് ആണെങ്കിൽ ലാർജർ ആംഗിൾ എത്രയായിരിക്കും? 28 ഡിഗ്രിയും കൂടെ കൂടി എക്സ് പ്ലസ് 28 ഡിഗ്രി ആയിരിക്കും. ഇനി രണ്ടും സപ്ലിമെന്ററി ആംഗിൾസ് ആയതുകൊണ്ട് എന്താണ്? അതിന്റെ സമ്മ്, സ്മോളർ ആംഗിളിന്റെയും ലാർജർ ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? 2x is equal to 180 മൈനസ് 28 എത്രയാ? 152. അതിൽ നിന്ന് x is equal to 152 by 2 എത്ര വരും? 76. സോ സ്മോളർ ആംഗിൾ എക്സ് ആണല്ലോ. സോ സ്മോളർ ആംഗിൾ എത്രയാണ്? 76 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് അപ്പിയർഡ് ഇൻ എ ടെസ്റ്റ്. ദ ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻസ് ഈസ് 60 ആൻഡ് ദാറ്റ് ഓഫ് ദ റെസ്റ്റ് ഈസ് 62. വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദി ക്ലാസ്? അതായത് ഒരു ക്ലാസ്സിൽ മൊത്തത്തിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 30 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ദ ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻസ് ഈസ് 60. അതിൽ 12 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 60 ആണ്. 12 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 60 ആണ്. ആൻഡ് ദാറ്റ് ദ ആവറേജ് ഓഫ് റെസ്റ്റ് ഈസ് 62. ബാക്കിയുള്ളവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 62. ബാക്കിയുള്ളവരെന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ 30 പേരാണല്ലോ ഉള്ളത്. അപ്പൊ 12 പേര് തന്നു. അപ്പൊ ബാക്കി എന്ന് പറയുമ്പോൾ 30 മൈനസ് 12 18 അല്ലെ? അപ്പൊ 18 പേരുടെ ആവറേജ് 62. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ക്ലാസ്? ക്ലാസിന്റെ മൊത്തത്തിലുള്ള ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ക്ലാസ്സിൽ മൊത്തത്തിലുള്ളത് എത്രയാണ്? 30 സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഈ 30 സ്റ്റുഡൻസിന്റെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ്? ഇത് വെയ്റ്റഡ് ആവറേജ് വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 12 പേരുടെ ആവറേജ് 60 എന്ന് തന്നിട്ടുണ്ട്. സോ അതിന്റെ സം എത്ര വരും? 12 ഇൻറ്റു 60 എത്രയാ? 720 അല്ലേ? 18 പേരുടെ ആവറേജ് 62 ആണ്. അപ്പോൾ അതിന്റെ സം, ആ 18 പേരുടെ ടോട്ടൽ സം എത്ര വരും? 18 ഇൻറ്റു 62 എത്ര വരും? 18 ഇൻറ്റു 62 .
1116 എന്ന് വരും. സോ 18 പേരുടെ സം 1116 ആണ്. സോ ടോട്ടൽ സം ക്ലാസ്സിലെ മൊത്തത്തിലുള്ള സം എത്രയാ? ടോട്ടൽ സം എന്ന് പറയുന്നത് 720 പ്ലസ് 1116. കാരണം ഇത് 12 പേരുടെ സമ്മും ഇത് 18 പേരുടെ സമ്മും അല്ലേ. സോ ടോട്ടൽ സം എന്ന് പറയുമ്പോൾ ഈ 12 പേരുടെ സമ്മും ഈ 18 പേരുടെ സമ്മും കൂടെ ആഡ് ചെയ്യണം. സോ എന്താണ് 720 പ്ലസ് 1116 എത്ര വരും? 1836 വരും അല്ലേ. സോ ഈ 30 പേരുടെ ആവറേജ് എന്തായിരിക്കും? നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലേ. സം എത്രയാണ്? 1836 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 30 സ്റ്റുഡൻസ് ആണ്. സോ എന്ന് പറയുന്നത് 30 ആണ്. 1836 ബൈ 30 എത്ര വരും? 61.2 വരും. സോ 30 പേരുടെ ആവറേജ് 61.2 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. Next question. If 3 is a common root of quadratic equations x square minus 8x plus p is equal to 0 and x square plus 4x plus q is equal to 0, then find the value of p plus q. ഓക്കെ, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെയും കോമൺ റൂട്ട് ആണ് 3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂവിന്റെയും സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് പി ഈസ് ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടാണ് 3 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് പകരം 3 കൊടുക്കാലോ. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 മൈനസ് 8 ഇൻറ്റു 3 24 പ്ലസ് പി ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് പി ഈസ് ഈക്വൽ ടു എന്ത് വരും? 24 മൈനസ് 9 15 അല്ലെ. രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0. ഇതിന്റെയും റൂട്ടാണ് 3 എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സിന് പകരം 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ 9 പ്ലസ് 4 ഇൻറ്റു 3 12 പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0. 12 പ്ലസ് 9 എത്രയാണ്? 21 പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0. സോ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് 21. സോ പി നമുക്ക് 15 എന്ന് കിട്ടി, ക്യൂ എന്ന് പറയുന്നത് മൈനസ് 21 കിട്ടി. അപ്പൊ പി പ്ലസ് ക്യൂ എത്രയാണ്? പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 15 പ്ലസ് മൈനസ് 21 എത്രയാണ്? 15 മൈനസ് 21 മൈനസ് 6. സോ സം എന്ന് പറയുന്നത് മൈനസ് 6 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ മോഡ് ഓഫ് എ ഡേറ്റ സെറ്റ് എക്സീഡ്സ് ഇറ്റ്സ് മീൻ ബൈ 17.7 then the median by, അതായത് ഒരു ഡേറ്റ സെറ്റിന്റെ മോഡ് എന്ന് പറയുന്നത് അതിന്റെ മീനിനേക്കാളും 17.7 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിന്റെ മോഡ് മീഡിയനേക്കാളും എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ്? മീനേക്കാളും 17.7 കൂടുതലാണല്ലോ. അതായത് ആ ഡേറ്റ സെറ്റിന്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ മോഡ് എത്രയായിരിക്കും? 17.7 കൂടെ കൂടി എക്സ് പ്ലസ് 17.7 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ മീഡിയനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ യൂസ് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല എന്താണ്? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് മോഡ് ഈക്വൽസ് 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈക്വൽസ് 3 മീഡിയൻ മൈനസ് 2 മീൻ. സോ മോഡ് നമ്മൾ എക്സ് പ്ലസ് 17.7 എന്നാണ് എടുത്തിരിക്കുന്നത്. സോ എക്സ് പ്ലസ് 17.7 മീഡിയൻ നമുക്ക് അറിയില്ല. സോ 3 മീഡിയൻ മൈനസ് 2 മീൻ. 2 ഇൻറ്റു മീൻ എത്രയാണ്? നമ്മൾ എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 3 മീഡിയൻ എന്ത് കിട്ടും? 3 മീഡിയൻ ഈക്വൽസ് മൈനസ് 2x അപ്പുറത്ത് പോകുമ്പോൾ എക്സ് പ്ലസ് 2x 3x പ്ലസ് 17.7 മീഡിയൻ ഈക്വൽസ് 3x plus 17.7 by 3. 3x by 3 എന്ന് പറയുന്നത് x ആണ്. 17.7 കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5.9 വരും അല്ലേ. അതായത് മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? x പ്ലസ് 5.9. ഓക്കെ. സോ നമുക്ക് മീഡിയൻ കിട്ടി. മീഡിയൻ എത്രയാന്ന് കിട്ടി? മീഡിയൻ
എക്സ് പ്ലസ് 5.9 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? മോഡ് മീഡിയനേക്കാൾ എത്ര കൂടുതലാണെന്ന് അല്ലേ? സോ നമുക്ക് മോഡിന്റെയും മീഡിയന്റെയും ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. മോഡിന്റെയും മീഡിയന്റെ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് എടുത്താൽ മതി. മോഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 17.7 ആണ്. മൈനസ് മീഡിയൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5.9 ആണ്. സോ ഡിഫറൻസ് എത്രയാണ്? എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി പോയി. 17.7 മൈനസ് 5.9 എത്ര വരും? 11.8 എന്ന് വരും അല്ലേ? സോ മീഡിയനേക്കാളും മോഡ് ഏത് വാല്യൂവിന് എക്സീഡ് ചെയ്യുന്നു? 11.8ന് എക്സീഡ് ചെയ്യുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. Next question. The average price of 3 items of furniture is rupees 15,225. If their prices are in the ratio 3:5:7, the price of the cheapest item. അതെന്താണ്? 3 ഫർണിച്ചേഴ്സ് ഉണ്ട്. ആ 3 ഫർണിച്ചേഴ്സിന്റെയും കൂടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 15,225 രൂപയാണ്. ഈ 3 ഫർണിച്ചറിന്റെയും പ്രൈസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:5:7 ആണ്. അതായത് ഒരു ഈ ഫർണിച്ചറിന്റെ വില 3 യൂണിറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഫർണിച്ചറിന്റെ പ്രൈസ് 5 യൂണിറ്റ്, മൂന്നാമത്തെ ഫർണിച്ചറിന്റെ പ്രൈസ് 7 യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ 3 ഫർണിച്ചറിന്റെ കൂടെ ആവറേജ് തന്നിട്ടുണ്ടല്ലോ, 15,225. അപ്പൊ ഈ 3 ഫർണിച്ചറിന്റെ കൂടെ പ്രൈസിന്റെ സം എത്രയായിരിക്കും? നമുക്കറിയാം സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ എന്താണ്? 15,225 ഇൻറ്റു 3. 45,675 രൂപയാണ് ഇവരുടെ സം എന്ന് പറയുന്നത്. 3 ഫർണിച്ചറിന്റെയും കൂടെ സം. നമുക്കറിയാം ഒന്നാമത്തെ ഫർണിച്ചറിന്റെ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫർണിച്ചറിന്റെ പ്രൈസ് 3 യൂണിറ്റ്, രണ്ടാമത്തെ ഫർണിച്ചറിന്റെ പ്രൈസ് 5 യൂണിറ്റ്, മൂന്നാമത്തെ ഫർണിച്ചറിന്റെ പ്രൈസ് 7 യൂണിറ്റ്. അപ്പൊ 3 ഫർണിച്ചറിനും കൂടെ ടോട്ടൽ പ്രൈസ് എത്ര വരും? 3 യൂണിറ്റ് പ്ലസ് 5 യൂണിറ്റ് പ്ലസ് 7 യൂണിറ്റ് എത്രയാ? 15 യൂണിറ്റ് അല്ലേ? ഈ 15 യൂണിറ്റ് അല്ലേ നമുക്ക് ഇവിടെ 45,675 രൂപ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 45,675 ബൈ 15 അല്ലേ? ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ചീപ്പസ്റ്റ് ഐറ്റത്തിന്റെ പ്രൈസ് എത്രയാണ്? നമുക്കറിയാം 3 യൂണിറ്റ്, 5 യൂണിറ്റ്, 7 യൂണിറ്റ്. ഏതാണ് ചീപ്പസ്റ്റ് ഐറ്റം? അതായത് വില കുറഞ്ഞ ഫർണിച്ചർ ഏതാണ്? 3 യൂണിറ്റ് വിലയുള്ള ഫർണിച്ചർ ആണ് ചീപ്പസ്റ്റ് ഐറ്റം. സോ എന്താണ്? 3 യൂണിറ്റ് വിലയുള്ള ഫർണിച്ചറിന്റെ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 യൂണിറ്റ്, സോ 3 ഇൻറ്റു 1 യൂണിറ്റ് നമുക്കറിയാം 45,675 ബൈ 15. 3ഉം 15 കൂടെ കട്ട് ചെയ്യുമ്പോൾ 5, 9, 1, 3, 5, 9135. ഇതാണ് ചീപ്പസ്റ്റ് ഐറ്റത്തിന്റെ പ്രൈസ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 9153 ആണ്. സോറി, മാറിപ്പോയി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സോറി, 9135 ആണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചീപ്പസ്റ്റ് ഐറ്റത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 9135. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6:42 as 7.6:x and 3:6 as 6:y. What is the ratio of x to y? അപ്പൊ എന്താണ്? 6:42 as 7.6:x എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6/42 equals 7.6/x. അത് നമുക്ക് x കിട്ടുമല്ലോ. ക്രോസ് ചെയ്യുമ്പോൾ 6x is equal to 7.6 into 42. So x equals 7.6 into 42 by 6. 53.2 എന്ന് വന്നു അല്ലേ? രണ്ടാമത്തത് 3:6 as 6:y. അപ്പൊ 3/6 equals 6/y. അന്ന് y നമുക്ക് എങ്ങനെ എഴുതാം? 6 into 6/3, 12. y എന്ന് പറയുന്നത് 12 കിട്ടും. നമുക്ക് കാണേണ്ടത് റേഷ്യോ ഓഫ് x to y ആണല്ലേ? അപ്പൊ x/y, x എത്രയാണ്? 53.2 ഡിവൈഡഡ് ബൈ y 12 ആണ്. പോയിന്റ് മാറ്റാൻ എന്ത് ചെയ്യാം? മുകളിലും താഴെ ഒരു ഇൻറ്റു 10 കൊണ്ട് ചെയ്യാം. അപ്പൊ എത്ര വരും? 532/120. 40 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 30, ഇവിടെ എത്ര വരും?
133/30 എന്ന് വരും. അതായത് x/y എത്രയാണ്? 133/30. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.